ഹലോ ഗൈസ്, വെൽക്കം ഇപ്പോൾ ഒരു രാത്രി 11:30 ആയിട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാരോടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ബഹ്റൈനിലെ ലൈഫ് ഓഫ് ട്രീ കാണാനാണ് കേട്ടോ പോകുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ കുറേ ടെൻസും അതൊക്കെ കെട്ടിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പം അത് ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എല്ലാ ഏരിയയിലും ഇതുപോലത്തെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെറുതെ കാണാൻ ഒരു രസമാണ്, നല്ല രസമാണ് കേട്ടോ. കാരണം റൗണ്ട് ബോട്ടിനിടയ്ക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തെല്ലാം ഇതുപോലത്തെ കുറേ സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈഫ് ഓഫ് ട്രീ കാണാൻ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇപ്പോൾ കണ്ട കുറച്ച് ഹോഴ്സിൻ്റെ സ്റ്റാച്യു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരുഭൂമിയായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ലൈഫ് ഓഫ് ട്രീ ഉള്ളത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന ദിവസം അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാൻ പോയ ആൾക്കാർ, ഒരു കുട്ടിയടക്കം 3 ആൾക്കാരായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ പെട്രോൾ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ പോകുന്നത് മൊത്തം മരുഭൂമിയാണ്, വേറെ ബിൽഡിങ്സോ ഒന്നും തന്നെ ആ വഴിക്കില്ല. പിന്നെ കുറേ ഉള്ളതൊക്കെ കുറേ പെട്രോളിയത്തിന് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളായിട്ടാണ് കാണുന്നത്. പിന്നെ പെട്രോളും കുഴിച്ചെടുക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളാണുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ലൈഫ് ഓഫ് ട്രീയിലേക്ക് എത്തിയിരുന്നു ഗൈസ്. അങ്ങനെ ഇവിടെ കുറേ ടെൻറ്റ് കിട്ടിയിട്ട് കുറേ ഒരു ഏരിയ ഉണ്ട്. ഇതൊക്കെ ഫുഡ് കോർട്ട് പോലത്തെയാണ് കേട്ടോ. പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറച്ച് ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടന്നു പോകുന്നത്. അങ്ങനെ ഈ ടെൻറ്റ് കെട്ടിയെടുക്കാൻ കുറേ ഹോഴ്സും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഈ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ടേബിളൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ അങ്ങനെയും ഉണ്ടായിരുന്നു. ഈ ഹോഴ്സിനെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വായിച്ച് പക്ഷേ അത് ക്ഷീണം പിടിച്ച പോലെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്നൊക്കെ കുറച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിച്ച് പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ലൈഫ് ഓഫ് ട്രീ. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇതെൻ്റെ കുറച്ച് പ്രഹസനമാണ് കേസ്. അല്ലാണ്ട് ലൈഫ് ഓഫ് ട്രീയിൽ വന്നു കഴിഞ്ഞാൽ കാണാനല്ലോ നമ്മൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു താഴെ ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് നടക്കുന്ന വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി തിരിച്ച് നടന്നുകൊണ്ട് വരികയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ വെള്ളമൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് ഈ ഒരു മരം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതാണ്, അതാണ് ലൈഫ് ഓഫ് ട്രീ എന്ന് പറയുന്നത് കേട്ടോ. വേറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറേ മതിലൊക്കെ കെട്ടി അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ആകെ ഈ ഒരു മരം കാണാനാണ് ഇവിടെ വരുന്നത്. പിന്നെ ഫുൾ മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ കുറേ ഈ തണുപ്പ് ടൈം ആകുമ്പോൾ കാണില്ലേ കുറേ ഈ ലൈറ്റൊക്കെ വെച്ചത് ഫുൾ ടെൻ്റാണ് കേട്ടോ. അപ്പോൾ ടെൻ്റ് ഇങ്ങനെയുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബിൽഡിങ്സിൻ്റെയും ഇതിൻ്റെ നടക്കുന്നത് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലം. അങ്ങനെ പിന്നെ ലയിച്ച് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിച്ച് ഞാനും കുറേ അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യും കുറച്ച് തെറ്റ് പോയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ലൈഫ് ഓഫ് ട്രീയിലേക്ക് നടക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ട്രീ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വണ്ണമുണ്ട്, നല്ല പഴക്കമുള്ളൊരു മരം തോന്നും കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് അത്. ഇത്രയും വെള്ളം പോലും കിട്ടാത്ത ഈ ഒരു മരുഭൂമിയിൽ എങ്ങനെ ഈ ഒരു മരം നിൽക്കുന്നതുള്ള കുറച്ചൊരു അതിശയം തന്നെയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം ഇലകളെല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെ ജീവിക്കുന്നതിനുള്ള എന്നോ ഐഡിയ കേട്ടോ. അപ്പം ഈ ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഇതിലേക്ക് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല. പക്ഷേ ഈ ഒരു അതൊരു ഇഷ്ടപ്പെട്ടിരുന്നു. ലൈറ്റ്സ് അതിൻ്റെ ഒരു ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം കഴിച്ചു. അപ്പോൾ ലൈറ്റിന് എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം അങ്ങനെ വിചാരിച്ചു. ഒരു പ്രഹസനമായി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാമല്ലോ. നമുക്ക് അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്ന എല്ലാ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു.
അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു രാത്രി 11:30 ശേഷം കറങ്ങാൻ പോയ ഈ ഒരു വീഡിയോ ഇത്രയും. ഇപ്പം തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈമിലൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണുന്നത് വരെ ബൈ.